ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. നാടുകട്ടുമുടിക്കാൻ വന്നവർ ക്രൂരരായ പറങ്കികളെ നാടുണർത്തി. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം ധാർമ്മിക വിപ്ലവം. നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി, നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി, നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. തോൽക്കും പോർവീഥികളിൽ നാക്കുകൾ വിജയം കൊയ്യും, വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. തോൽക്കും പോർവീഥികളിൽ നാക്കുകൾ വിജയം കൊയ്യും, വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. നീതി പുലരും ലോകം പണിയാൻ ഭീകരത കൊണ്ടാവില്ല, പീഡനങ്ങളേറ്റിട്ടും നാം അക്രമത്തിനു പോയില്ല. നീതി പുലരും ലോകം പണിയാൻ ഭീകരത കൊണ്ടാവില്ല, പീഡനങ്ങളേറ്റിട്ടും നാം അക്രമത്തിനു പോയില്ല. കാലത്തിൻ ചോദ്യത്തിനു മുമ്പിൽ ഭീരുവാകാൻ നാമില്ല, കാരിരുമ്പിനു മുമ്പിലും നമ്മൾ തോറ്റു പിന്മാറുകയില്ല. കാലത്തിൻ ചോദ്യത്തിനു മുമ്പിൽ ഭീരുവാകാൻ നാമില്ല, കാരിരുമ്പിനു മുമ്പിലും നമ്മൾ തോറ്റു പിന്മാറുകയില്ല. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ധീരമായി തിരുത്തി നമ്മൾ നീതികേടിൻ പാഠങ്ങൾ, ഇരകൾക്കായി ഒരുക്കി നമ്മൾ സ്നേഹ സൗഹൃദ വലയങ്ങൾ. ധീരമായി തിരുത്തി നമ്മൾ നീതികേടിൻ പാഠങ്ങൾ, ഇരകൾക്കായി ഒരുക്കി നമ്മൾ സ്നേഹ സൗഹൃദ വലയങ്ങൾ. ലഹരി വീണ മനസ്സിൽ നമ്മൾ വീണ്ടെടുത്തു വിവേകങ്ങൾ, കൊള്ളലാഭച്ചതിയന്മാർക്കിനി നമ്മൾ പേടി സ്വപ്നങ്ങൾ. ലഹരി വീണ മനസ്സിൽ നമ്മൾ വീണ്ടെടുത്തു വിവേകങ്ങൾ, കൊള്ളലാഭച്ചതിയന്മാർക്കിനി നമ്മൾ പേടി സ്വപ്നങ്ങൾ. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം ധാർമ്മിക വിപ്ലവം, നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. പോരുവാ ഗ്രാമവീഥികൾ ധർമ്മധാവള്യം തീർക്കുവാൻ പോകയാണു നാം ചുമലിലേറ്റി ഈ വിപ്ലവ പൂങ്കൊടിയുമായി. പോരുവാ ഗ്രാമവീഥികൾ
ധർമ്മധാവള്യം തീർക്കുവാൻ പോകയാണു നാം ചുമലിലേറ്റി ഈ വിപ്ലവ പൂങ്കൊടിയുമായി. പുതുകാലമേൽപ്പിച്ച പടയണി നവലോകം തീർക്കുന്ന പടവിളി. പുതുകാലമേൽപ്പിച്ച പടയണി നവലോകം തീർക്കുന്ന പടവിളി. ഇതു നബി സഖാക്കളിൽ നിന്നു കയ്യേറ്റ ധർമ്മ വിപ്ലവ പടയണി. ഇതു നബി സഖാക്കളിൽ നിന്നു കയ്യേറ്റ ധർമ്മ വിപ്ലവ പടയണി. പോരു പോരുവാ ഗ്രാമവീഥികൾ ധർമ്മധാവള്യം തീർക്കുവാൻ പോകയാണു നാം ചുമലിലേറ്റി ഈ വിപ്ലവ പൂങ്കൊടിയുമായി. പോരിടങ്ങളുടെ മുന്നിലായി പാദമിടരാതെ നീങ്ങുവാൻ പടനിലങ്ങളിൽ ചിതറി വീണ ചുടുനിണ കണങ്ങൾ അനുഭൂതിയിൽ. പോരിടങ്ങളുടെ മുന്നിലായി പാദമിടരാതെ നീങ്ങുവാൻ പടനിലങ്ങളിൽ ചിതറി വീണ ചുടുനിണ കണങ്ങൾ അനുഭൂതിയിൽ. ചിട്ടയായൊത്തു ചേർന്നു ചുവടുകൾ വയ്ക്കുകന്റെ സ്നേഹ സഹചരെ. മൂന്തിയാവും പരികിലെത്തണം വേഗമാവന്റെ കൂട്ടരെ. പോരു പോരുവാ ഗ്രാമവീഥികൾ ധർമ്മധാവള്യം തീർക്കുവാൻ പോകയാണു നാം ചുമലിലേറ്റി ഈ വിപ്ലവ പൂങ്കൊടിയുമായി. ത്യാഗപർവങ്ങൾ താണ്ടി ഈ വഴിയിൽ അടിപതാരാതെ നീങ്ങുവാൻ ഖന്തക്കിൻ ചാലിൽ വയറിലേറ്റിയ കല്ല് നൽകും അനുഭൂതിയിൽ. ത്യാഗപർവങ്ങൾ താണ്ടി ഈ വഴിയിൽ അടിപതാരാതെ നീങ്ങുവാൻ ഖന്തക്കിൻ ചാലിൽ വയറിലേറ്റിയ കല്ല് നൽകും അനുഭൂതിയിൽ. സഹനശക്തിയാൽ കർമ്മകൂട്ടമിലലിഞ്ഞു ചേരന്റെ സഹചരെ. ഇനിയുമുണ്ടേറെ പിന്നിടാൻ എന്റെ ധർമ്മസംഘത്തിൻ കൂട്ടരെ. പോരു പോരുവാ ഗ്രാമവീഥികൾ ധർമ്മധാവള്യം തീർക്കുവാൻ പോകയാണു നാം ചുമലിലേറ്റി ഈ വിപ്ലവ പൂങ്കൊടിയുമായി. കാറും കോളുകൾ വന്നിടും വഴി ചിതറിടാതെ മുന്നേറുവാൻ ഉഹദിൻ ചെരുവിലെ ചതിയെ തോൽപ്പിച്ച ധീര സോദരനു. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنسلب به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويصطفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم وما صلينا على النبي صلى الله عليه وسلم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا وشفيعنا ومنجينا وهادينا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمودا الذي وعدته وارزقنا في الدنيا زيارته وفي الآخرة شفاعته يوم القيامة إنك لا تخلف الميعاد. ثم إلى أرواح سائر الأنبياء والعلماء والشهداء والعالمين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة والشوق إلى لقائك يا ذا الجلال والإكرام. اللهم انصرنا فإنك خير الناصرين وافتح لنا فإنك خير الفاتحين.
واغفر لنا فإنك خير الغافرين وارحمنا فإنك خير الراحمين وارزقنا فإنك خير الرازقين واحفظنا فإنك خير الحافظين واهدنا ونجنا من القوم الظالمين اللهم سلمنا وسلم أهلنا من آفات الدارين وارزقنا سعادات الدارين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وارزقنا علما نافعا والحمد لله رب العالمين اللهم ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على أعدائنا يا خير الناصرين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأسمائنا ولقبائلنا ولجيراننا ولمن أعاننا ولمن أوصانا بالدعاء ولجميع المسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله كفى والصلاة والسلام على الرسول المصطفى وعلى آله وأصحابه هم أهل الصدق والوفا أما بعد വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, നേതാക്കളെ, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഖാദിസിയ്യയിലെ ധർമ്മ വിളംബരത്തിന് കാതോർത്തുകൊണ്ട് ഇസ്ലാം വിശ്വമോചനത്തിന് എന്ന സന്ദേശത്തെക്കുറിച്ച് സമൂഹ സമക്ഷം സന്ദേശം കൈമാറി ഇന്ത്യയിലെ പ്രഗത്ഭരും ഉന്നതരുമായ വിവിധ ആശയ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിപ്പിച്ചുകൊണ്ട് സംവാദങ്ങൾ ഒരുക്കി അതിലൂടെ ഈ സംവാദത്തിലൂടെയെല്ലാം ഒരു സമവായത്തിൽ എത്തിച്ചേരാൻ നാം സന്നദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. വിഷയത്തിന്റെ പ്രസക്തമായ പല ഭാഗങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കേണ്ടത്. നമ്മുടെ സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ നമ്മോടൊത്ത് പങ്കുചേരുന്ന ഈ വിശിഷ്ടമായ മുഹൂർത്തത്തിൽ അവരുടെ സാരഗർഭങ്ങളായ പ്രഭാഷണ ധോരണികൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ സുദീർഘ ഭാഷണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കട്ടെ. വിമോചനം വിവേചനങ്ങളിൽ നിന്ന് എന്ന നമ്മുടെ ഈ സെഷൻ എന്ന വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ഈ സെഷനിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈലി അവർകളാണ്. അദ്ദേഹത്തിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സാദരം വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ
ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ വി.ജെ. പാപ്പു അവർകളാണ്. അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹപൂർണമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നാം ഈ സമ്മേളനത്തിൽ, ഈ സെഷനിൽ മഹത്തായ ഒരു സൗഭാഗ്യത്തിന് നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ ബുദ്ധിജീവികളിലും സാഹിത്യകാരന്മാരിലും വിശാരദനായ മുൻ ലണ്ടൻ കമ്മീഷണർ കൂടിയായ കുൽദീപ് നെയ്യാർ, അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി, ഈ മഹത്തായ സദസ്സിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വി ആർ ബ്ലെസ്ഡ് വിത്ത് ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് അവർ ഗ്രേറ്റ് ജേർണലിസ്റ്റ് ആൻഡ് തിങ്കർ മിസ്റ്റർ കുൽദീപ് നെയ്യാർ. I welcome for all of you on behalf of this conference to this session and to present the subject communalism and Indian minorities. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ബഹുവന്ധ്യരായ എ. മുഹമ്മദ് സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജാതി വിവേചനത്തിന്റെ ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് പ്രഭാഷണം നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം തലവനും പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനുമായ NVP ഉണിത്തിരി അവർകളാണ്. അദ്ദേഹത്തെയും സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സമ്മേളനത്തിൽ, ഈ സെഷനിൽ ജാതി വിവേചനവും ഇസ്ലാമും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നത് സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സി. മുഹമ്മദ് ഫൈലി അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച മുഴുവൻ പ്രതിനിധികൾക്കും എല്ലാ സഹൃദയർക്കും ശ്രോതാക്കൾക്കും സംഘടനയുടെ പേരിൽ 1000 സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവരെ മുഴുവനും ഈ മഹത്തായ സാംസ്കാരിക പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷനെ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. And this happy occasion, as our former speaker told you, we are publishing a great book regarding our theme. This book is going to publish by Mr. Kuldeep Nayar and receive Mr. P.A.K. Murapala, our former leader of this federation. I welcome Mr. Kuldeep Nayar and Mr. P.A.K. Murapala for the same. 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പ്രവർത്തിച്ചു വരികയാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. 1973 ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം നടന്നത്. ബഹുമാന്യരായ നമ്മുടെ ആലിമീങ്ങളുടെയും
സാദാത്തുക്കളുടെയും ഉമറാക്കളുടെയും സാമൂഹിക നേതാക്കളുടെയുമൊക്കെ ആശീർവാദത്തോടെ അവരുടെ ആഗ്രഹപ്രകാരം അന്ന് കേരളത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഹൃദയാഭിലാഷത്തിന് സാക്ഷാത്കാരം നൽകിക്കൊണ്ട് 1973 ഈ മഹത്തായ പ്രസ്ഥാനം രൂപീകൃതമായി. സംഘടനയ്ക്ക് ഉജ്ജ്വലമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഉദാത്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ധാർമ്മിക വിപ്ലവം എന്ന മുദ്രാവാക്യം ആ ലക്ഷ്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സംഘടന ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ഒരു മുദ്രാവാക്യം തിരഞ്ഞെടുക്കാൻ കാരണമായത് അക്കാലത്തെ കാമ്പസുകളുടെ സാഹചര്യമാണ്. കാരണം വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ, അവർക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടാൽ തകരുന്നത് ഒരു തലമുറയുടെ, ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക നിലവാരമായിരിക്കുമെന്ന് അന്ന് നമ്മുടെ മഹാത്മാക്കളായ ആലിമീങ്ങളും ബുദ്ധിയുള്ള നേതാക്കളുമൊക്കെ മനസ്സിലാക്കി. അതിന് പരിഹാരം കാണാൻ കാമ്പസുകളിൽ ധർമ്മബോധമുള്ള ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടി മാത്രമേ പരിഹാരമുള്ളൂ എന്ന് ക്രാന്തദർശികളായ നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഒരു സംഘടനയ്ക്ക് അവർ രൂപം നൽകിയത്. മതരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭൗതിക രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുണ്ട്. 2 വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതിന് പല കാരണങ്ങളും പല സാഹചര്യങ്ങളും നിമിത്തമായിട്ടുണ്ട്, അതിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല. ഏതായിരുന്നാലും ആ യാത്ര, 2 പാതകളിലൂടെയുള്ള സമാന്തരമായ ആ യാത്ര പരസ്പരം ബന്ധപ്പെടാതെ കൂട്ടിയിണക്കാതിരുന്നാൽ സമൂഹത്തിന് തീർച്ചയായിട്ടും അത് ദോഷം ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയായും. അതിൻ്റെ പരിഹാരം ആത്മീയ രംഗത്ത് ശാന്തമായ ജീവിതം നയിക്കുന്ന ഉന്നതമായ സംസ്കാരത്തിൻ്റെ ഉടമകളായ മതരംഗത്തെ വിദ്യാർത്ഥികളെയും ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ് എന്ന് ബുദ്ധിപൂർവം അവർ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് 20 വർഷത്തിന് ശേഷം സംസ്കാരബോധമുള്ള ഒരു തലമുറയെ നമ്മുടെ മുന്നിൽ അണിനിരത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. 2 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം നമുക്ക് ചാരിതാർത്ഥ്യം നൽകുന്നുണ്ട്, നമുക്ക് അഭിമാനബോധം നൽകുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അഹങ്കാരമല്ല. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മഹത്തായ അനുഗ്രഹത്തിൽ നാം സന്തുഷ്ടരായിരിക്കണമല്ലോ. 2 പതിറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോൾ സംഘടന ഒരു നാഴികക്കല്ല് സ്ഥാപിച്ചുകൊണ്ട് 21ാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതിനുവേണ്ടിയാണ്, കാലാകാലങ്ങളിൽ സംഘടനയുടെ ചരിത്രത്തിൽ ഒരു സ്മാരകമായിരിക്കാൻ വേണ്ടിയാണ്, വരും തലമുറയുടെ ഹൃദയത്തിൽ ഇതൊരോർമ്മക്കുറിപ്പായി നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത്രയും ഉജ്ജ്വലമായ, വിപുലമായ, ആകർഷകമായ ഒരു സമ്മേളനം സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംഘടിപ്പിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് വലിയ ഒരു ആശയം ഈ സമൂഹത്തിന്റെ മുന്നിൽ, ഈ ലോകത്തിന്റെ മുന്നിൽ നാം വെച്ചിട്ടുണ്ട്. അത് ഇസ്ലാം വിശ്വമോചനത്തിന് എന്ന ആശയമാണ്. ഇത് ഒരു പുതിയ ആശയമൊന്നുമല്ല, ഞങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചതുമൊന്നുമല്ല. 14 നൂറ്റാണ്ടുകളായി ഈ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആശയമാണ്. ഈ ലോകത്ത് നിരന്തരമായി പഠനം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്നിരുന്നാലും സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു മുദ്രാവാക്യം എന്ന നിലയ്ക്ക് ഇത് അവതരിപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യൽ ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇസ്ലാം വിശ്വവിമോചനത്തിന് എന്ന ഈ മുദ്രാവാക്യം വളരെ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ ഞങ്ങൾ കണ്ടെത്തിയതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും, അത് രാഷ്ട്രീയ രംഗത്തായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും സാമ്പത്തിക രംഗത്തായിരുന്നാലും സാമൂഹിക രംഗത്തായിരുന്നാലും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇസ്ലാമിന്റെ ആശയവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വഴികളുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളത് ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് കേവലം ഒരു ഉട്ടോപ്പിയയല്ല, ഒരു സ്വപ്നമല്ല. ഇത് ലോകത്ത് ഒരു കാലത്ത് സംഭവിച്ചതാണ്, ലോകത്തൊരു കാലത്ത് പ്രയോഗവൽക്കരിക്കപ്പെട്ടതാണ്. ഖുലഫാഉർ റാഷിദിന്റെ 30 കൊല്ലക്കാലത്തെ ഭരണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രം, മദീന ആസ്ഥാനമായി സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത, ഖിലാഫത്ത് ഏറ്റെടുത്ത മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഗത്ഭരായ അനുചരന്മാർ, 4 ഖലീഫമാർ,
ആ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈ ആശയം രാഷ്ട്രീയ രംഗത്തെ സമ്പൂർണമായ സമാധാനം, സാമൂഹിക രംഗത്തെ സമ്പൂർണമായ സമാധാനം, സാമ്പത്തിക രംഗത്തെ സമ്പൂർണമായ സമാധാനം, സാംസ്കാരിക രംഗത്തെ സമ്പൂർണമായ സമാധാനം ഈ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചതാണ്, അന്ന് പ്രയോഗവൽക്കരിച്ച് കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖലീഫ ഉമറുൽ ഫാറൂഖിന്റെയും ഒക്കെ ഭരണകൂടങ്ങളും ആ കാലത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആ കാലത്തെ സാമൂഹികമായ അന്തരീക്ഷങ്ങളുമൊക്കെ പിൽക്കാലത്തുള്ള ബുദ്ധിജീവികൾ ഞങ്ങളുടെ കാലത്തത് ഉണ്ടായിരിക്കണമേ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതിന് മാത്രം പൂർണ്ണമായ ഒരു ലോകത്തെ 30 കൊല്ലക്കാലം ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രതിഷ്ഠിച്ച് കാണിച്ചു കൊടുക്കാൻ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്, കേവലം ഇതൊരു സ്വപ്നമല്ല, മുൻകാലത്ത് പ്രയോഗവൽക്കരിക്കപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏത് പ്രശ്നങ്ങളായിരുന്നാലും, രാഷ്ട്രീയമാവട്ടെ, സാമ്പത്തികമാവട്ടെ, സാമൂഹികമാവട്ടെ, സാംസ്കാരികമാവട്ടെ, എന്ത് പേരിലുള്ളതായിരുന്നാലും എല്ലാ വിധത്തിലുള്ള അസമാധാനത്തിനെയും പരിഹാരം ഇസ്ലാമിന് നിർദ്ദേശിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആദരണീയരായ അധ്യക്ഷനവറുകളെ, മഹാന്മാരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, കർമ്മധീരരായ SSFന്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇരുപത് വർഷക്കാലം യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മഹത്തായൊരു സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥികളെയും ആത്മീയ വിദ്യയിലൂടെ മാത്രം മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥികളെയും പരസ്പരം കൂട്ടിയിണക്കിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിക്കുവാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം നാട്ടിന്റെയും സമുദായത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും നന്മക്ക് ആവശ്യമായ വിധത്തിൽ അവരെ വളർത്തിയെടുക്കുകയാണ് SSF ഇതേവരെ ചെയ്തു പോന്നിട്ടുള്ളത്. SSFന്റെ ഈ മഹത്തായ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രഖ്യാപിതമായൊരു മുദ്രാവാക്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇസ്ലാം വിശ്വമോചനത്തിന് എന്ന്. ഇസ്ലാമിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള കുടുക്കുകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ യുക്തമായ ഒരു മതമാണ് ഇസ്ലാം എന്ന്. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം അതിൻ്റെതാകുന്ന നിയമങ്ങൾ വളരെ വ്യക്തമായി വിവരിക്കുകയും അത് പ്രാവർത്തിക തലത്തിൽ കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം അല്ലെങ്കിൽ അത് ഈ മാനവകുലത്തിന്റെ മോചനത്തിന് ഇസ്ലാം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കും. കാരണം ഇസ്ലാം ഈ ലോകത്ത് ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു മതമാണ് എന്ന്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശരിയായ ആശയാദർശ വിശ്വാസ കർമ്മ സംഹിതകൾ ജനസമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് തങ്ങളുടെ മനസ്സാക്ഷി 100% അംഗീകരിക്കുന്നുവെങ്കിൽ മാത്രം സ്വീകരിക്കുക എന്നതിൽ കവിഞ്ഞ് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും തന്നെ ഒരു കാര്യത്തിലും ബലപ്രയോഗം അംഗീകരിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീനി എന്ന ഖുർആൻ വാക്യം ഇത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീനി, മതത്തിൽ ബലപ്രയോഗമേ ഇല്ല. ഈ ലാ എന്ന പ്രയോഗം തന്നെ
ഒരു സമൂഹത്തെ നിഷേധിക്കുന്നതാണ്. ജിൻസിനെ നഫി ചെയ്യുന്ന ഈ ലാ തന്നെ പ്രയോഗിച്ചതിൽ നിന്ന് ഒരിക്കലും ബലാത്കാരത്തിന്റെ ഒരു മാർഗവും മതകാര്യങ്ങളിൽ സ്വീകരിക്കാൻ പാടില്ലെന്നും, മറിച്ച് ഖത്തബയ്യന റുശുദു മിനൽ ഗയ്യി, സന്മാർഗവും ദുർമാർഗവും സുവ്യക്തങ്ങളാണ്. സന്മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് ഹൈകിക പാരത്രിക മോക്ഷമുണ്ടെന്നും, ദുർമാർഗം സ്വീകരിക്കുന്ന മനുഷ്യന് ഈ ഹൈകിക ലോകത്ത് എന്തെന്തു നേട്ടങ്ങൾ ഉണ്ടായാലും പാരത്രിക ലോകത്ത് ശാശ്വത പരാജയമുണ്ടെന്നും വളരെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് ആത്മീയമായ മണ്ഡലത്തിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യന്റെ മനസ്സിലുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചെടുക്കുന്നു, അവന്റെ തെറ്റായ കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്നു. അങ്ങനെ എല്ലാ നിലക്കും അവനെ മോചിപ്പിച്ച് ഉത്തമനായ മനുഷ്യനാക്കി തീർക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SSF ഇവിടെ ഉയർത്തിയിട്ടുള്ള ഈ മഹത്തായ മുദ്രാവാക്യം എവിടെയും എപ്പോഴും ആരുടെ മുമ്പിലും in India there are very many communal rights. ഒരു നല്ല മനുഷ്യനെ ഉദാഹരണമായിട്ട് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ ഉദാഹരണമായിട്ട് എടുക്കാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇന്ത്യയിലേക്ക് ഞാൻ വന്നതിന് ശേഷം 20 വർഷം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ആ ചെറിയ കുടിലെന്ന് പറയും, അല്ലെങ്കിൽ കോട്ടേജ്, അവിടെ ഞാൻ ചെല്ലുകയുണ്ടായി. ഞാൻ ചെന്നു, അദ്ദേഹത്തെ കണ്ടു, നേരിൽ കണ്ടു. ഇന്ത്യയിലേക്ക് വന്നാൽ എല്ലാം അനുഭവിക്കാൻ കഴിയുന്ന, എല്ലാ സുഖവും ലഭിക്കുന്ന അത്രയും ഒരു ഭാഗ്യം അയാൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ എന്നോട് ചോദിച്ചു, അല്ല, ഇത് സത്യമാണോ? ഇന്ത്യയിൽ ഒരുപാട് വർഗീയ കലാപങ്ങൾ നടക്കുന്നു എന്നതും ആളുകൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ കേൾക്കുന്ന ദുഃഖവാർത്ത കേൾക്കുന്നുണ്ട്, ഇത് സത്യമാണോ എന്ന് എന്നോട് ചോദിച്ചു. അതിനുശേഷം വളരെ സ്നേഹവായ്പോടെ വാത്സല്യത്തോടുകൂടെ അല്പം വെള്ളം വേണോ എന്ന് ചോദിക്കുകയും അദ്ദേഹം തന്നെ എണീറ്റ് പോയിട്ട് സ്വന്തം കൈകൊണ്ട് ഗ്ലാസ് എടുത്ത് വെള്ളം എനിക്ക് നൽകുകയും ചെയ്തു. ഇതൊരു നല്ല മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. I said, yes, Badshah Khan, this is a fact. And I told him, he said, is it happening in Gujarat, the land of Gandhi? And I said, yes, it is true. And he felt so hurt because these two persons, Mahatma Gandhi and Abdul Ghaffar Khan, thought of a polity, fought for a polity where human beings will live like human beings. They will not hate each other because they belong to different religions, because all of them belong to the same God, the same Allah. They are the creation of the same Almighty. And they told them, and so he was very... The point why I am giving his example, because he was just living like a simple Muslim, a very devoted Muslim. Now you can be a devoted Muslim, but you can also be proud in participating in the affairs of this country, because this country is as much yours as anybody's. എന്നോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ക്രൂരതകളും വർഗീയ കലാപങ്ങളും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ കേൾക്കുന്ന വാർത്ത ശരി തന്നെയാണെന്ന് പറഞ്ഞു. വീണ്ടും എന്നോട് ചോദിച്ചു, മഹാത്മാഗാന്ധിയുടെ നാടായ ഗുജറാത്തിലും ഇങ്ങനെയുള്ള വർഗീയ കലാപങ്ങളും കൂട്ടക്കൊലകളും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു സത്യം തന്നെയാണെന്ന്. വളരെ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു അദ്ദേഹം. എന്താണ് കാരണം എന്നറിയാമോ? ഗാന്ധിജിയും അതേപോലെ തന്നെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല ഒരേ ആശയത്തിന് വേണ്ടിയാണ് അവർ പൊരുതിയത്, അവർ പ്രയത്നിച്ചത്, ഒരേ കാര്യത്തിലാണ് അവർ വിശ്വസിച്ചത്, ഒരേ ദൈവത്തിനെയാണ് അവർ ആരാധിച്ചത്, ഒരേ ദൈവത്തിന്റെ മക്കളാകുന്നവർ രണ്ടുപേരും. അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. ഞാൻ ഈ ഉദാഹരണം എന്തിനു കൊണ്ടുവന്നെന്നറിയാമോ? അദ്ദേഹം നല്ലൊരു മുസൽമാനായിരുന്നു. അദ്ദേഹം വളരെ ലളിത ജീവിതം നയിച്ച ആളായിരുന്നു, വളരെ ഭക്തനായിരുന്നു. ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ, പൂർണ്ണമായ ഭക്തിയുള്ള മനുഷ്യനായിക്കൊണ്ട് തന്നെ, ഒരു പൂർണ്ണമായ മുസ്ലിമായിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിനെ സേവിക്കാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്കതിന് കഴിയണം. കാരണം ഈ രാജ്യം ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഒരു മതക്കാരുടെ മാത്രമല്ല, അത് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും എല്ലാവരുടേതുമാണ്. അതിൽ പ്രത്യേകിച്ച് വിവേചനം പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. I very much differ with the organizers of this convention. I got a pamphlet saying liberation of the world through Islam.
This is what those people, BJP people also say, liberation through Hinduism. There is only real liberation of this world through the human beings. മൗലിദ് ബിദ്അത്തല്ലെന്നും അത് ഖുർആനിനും ആധികാരികമായ പ്രമാണങ്ങൾക്കും അനുഗുണമാണ് എന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ധാരാളം മാലകളുണ്ട്. ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം മാലകളില് അവരുടെ മദ്ഹുകൾ പറഞ്ഞു പറഞ്ഞ് അതിരു കവിഞ്ഞു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് ചില മാലകളില് വൈരുദ്ധ്യങ്ങളെന്ന് വ്യക്തമായ ചില വചനങ്ങളില്ലേ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന് മുഹീദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട്, എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ. ഈ വരിയുടെ അർത്ഥം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളെയും വചനങ്ങളെയും ആര് കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവോ അവരെ അപ്പോൾ തന്നെ കൊന്നുകളയുന്ന ശക്തിയായ വിഷമാണ് എന്നാണല്ലോ. എന്നാൽ അവിടുത്തെ വചനങ്ങളെ അങ്ങേയറ്റം പരിഹസിക്കുകയും അപഹസിക്കുകയും ഒരു വേള ആ മഹാനായ ഷെയ്ഖ് അവർകളെ ഇസ്ലാമിക വിരുദ്ധനായി പോലും ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അവര് ഇതുവരെയായും മരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞത് കേവലം ഒരു അവകാശവാദമല്ലേ? മറുപടി പ്രതീക്ഷിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ വരിയും കൂടി ഒന്ന് ചെല്ലണം. ചോദ്യത്തിന്റെ ചോദ്യമായി മറുപടി പറയുക എന്നൊരു രൂപം പൊതുവെ നിങ്ങളിൽ കണ്ടുവരുന്നതാണ്. ഏതായാലും ഞങ്ങളും പഠിച്ചിട്ട് തന്നെയാ വന്നത്. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും കൊല്ലും അതെന്നോവർ. അങ്ങനല്ല, അവരുടെ ദീനെയും പോക്കും ഞാൻ എന്നോവർ. ഏതായാലും നിങ്ങളാരും പോക്കുണ്ട്. എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ. എന്റെ വാക്കുകൾ കളവാണെന്ന് പറഞ്ഞ് ഞാനൊരു കളവ് പറയുന്നവനാണ് എന്ന് വല്ലവനും എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ. അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നെ അടുത്ത് വിഴുങ്ങിയാൽ അവനപ്പം മരിച്ചു പോവും എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അതിന്റെ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വരി, അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കളവ് പറയുന്നവനാണ് എന്ന് എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച് എന്നെ കുറ്റം പറഞ്ഞാൽ അവന്റെ ദീനും ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അത് അല്ലാഹു നേരത്തെ ലോകത്തോട് പഠിപ്പിച്ച ഒരാശയമാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ ഹർബ്, അല്ലെങ്കിൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് വല്ലവനും എതിർപ്പ് കാണിച്ച് അവരെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും കുറ്റം പറയുകയും അവരെ കള്ളന്മാരാക്കുകയും ചെയ്താൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണ്. അള്ളാഹു പറയുന്നു, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മഹാന് ഒരാൾ എതിർപ്പ് കാണിച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണ്. അള്ളാഹുവിനോട് യുദ്ധത്തിന് വന്നാൽ അവൻ എന്ത് കിട്ടും? അവന്റെ ദുന്യാവും ആഖിറവും ദീനും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഞാൻ കള്ളനാണ്, ഞാൻ പറയുന്നത് കളവാണെന്ന് പ്രഖ്യാപിച്ചാൽ അവരുടെ ദീനും അവരെ ദുന്യാവും അവരെ ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ഇതാണ് കൊല്ലുന്ന വിഷമാണ് എന്ന് പറഞ്ഞതിനർത്ഥം. അതാ രണ്ടാമത്തെ വരിയിൽ അത് വിശദീകരിച്ചത്, അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. ഇതാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫതാവൽ ഹദീസിൽ പറഞ്ഞു, രണ്ട് വിഭാഗത്തോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത്. ഒന്ന് പലിശ വാങ്ങിയിട്ട് എടുത്ത് ഭക്ഷിക്കുന്ന ആളുകളും, രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഔലിയാഇനോട് എതിർപ്പ് കാണിക്കുന്നവരും. അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു പീരങ്കി പൊട്ടിക്കും എന്നല്ല. അവന്റെ ദീനിനും ദുനിയാവിനും ആഖിറത്തിനും അതിന്റെ നഷ്ടം സംഭവിക്കും. ഈമാനില്ലാതെ മരിച്ചു പോവുകയും ചെയ്യും.
എന്നതാണ് അതിനർത്ഥം. ആ അർത്ഥം തന്നെയാണ് അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് മുഹീദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വിഷന്ന് കാണുമ്പോഴേക്ക് അതിങ്ങനെ വന്ന് ശരീരത്തിലൂടെ ഇങ്ങനെ കടക്കുകയാണ് എന്നിട്ട് തെറ്റിദ്ധരിക്കരുത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ആരും ഗീബത്ത് പറയരുത്. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്. ഇതാ നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ ശവത്തിൽ നിന്ന് അവന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരാളെ ഗീബത്ത് പറയുമ്പോൾ മാംസം ഇങ്ങനെ വായിൽ ഇങ്ങനെ വന്ന് വീഴുന്നല്ല അതിന്റെ മേന, മറിച്ച് അത് മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അതിനർത്ഥം. അതുപോലെ നിങ്ങളെ കൊല്ലുന്ന നഞ്ഞാണെന്ന് പറഞ്ഞാൽ നഞ്ഞ് തൊട്ടാൽ അത് നശിക്കലാണ്. അതുപോലെ നിങ്ങളുടെ നാശത്തിനുള്ള കാരണമാണ് എന്നതാണ് നഞ്ഞാണ് എന്ന് പറഞ്ഞതിനർത്ഥം. അതാണ് അതിന്റെ ശേഷം അത് വിശദീകരിച്ചത്. അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് പറഞ്ഞത്. അപ്പോ മാംസം തിന്നുന്നത് പോലെയാണ് ഗീബത്ത് പറയുന്നത് എന്നതിനാൽ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ, ശവം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ നശിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നഞ്ഞാ, അതായത് നിങ്ങളുടെ നാശമാണത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതിൽ യാതൊരു വൈരുദ്ധ്യത്തിന്റെ പ്രശ്നവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പടച്ചവന്റെ ആവശ്യം തന്നെ തീരല്ല, വെറും ഔലിയാക്കന്മാര് മാത്രം മതി, പിന്നെ വേണ്ടി വന്ന അമ്പിയാക്കളും. നമ്മളെ കാലഘട്ടത്തിൽ അള്ളാഹു എന്നൊരു വിശ്വാസമോ അതിന്റെ ആവശ്യമോ ഇല്ല. നമ്മളെ മുറി ഉണക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇവിടെ ഔലിയാക്കൾ തന്നെ മതി എന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ പോരെ. പിന്നെ ഒരു അള്ളാഹുവിന്റെ ആവശ്യത്തിന് പ്രസക്തി ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രസക്തി ഒരു കാര്യവും നേരിട്ട് ഇവിടെ മുറി ഉണക്കലും ഇവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യലും മരുന്ന് കൊടുക്കലും ഒന്നും അള്ളാഹുത്തെ നേരിട്ട് ഇവിടെ കാലം വരെ ആർക്കും ചെയ്തിട്ടില്ല. ഒരാശുപത്രി അതോട് തുറന്നിട്ടുമില്ല. എല്ലാ കാര്യവും ചെയ്യുന്നത് മഹാന്മാരോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വസീലകളോ മുഖേന തന്നെയാ. അള്ളാഹുത്തല ഒരു കാര്യവും ഇവിടെ നേർക്ക് നേരെ ചെയ്യാറില്ല. അതേ സമയത്ത് ഔലിയാക്കന്മാർക്ക് കഴിവുണ്ട്, അമ്പിയാക്കന്മാർക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആ കഴിവുകൾ മുഴുവനും അള്ളാഹുത്തല കൊടുത്തതാ. അള്ളാഹു പറഞ്ഞു, ആത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം അത് നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തരും എന്ന് അള്ളാഹുത്തല പറഞ്ഞതാ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തല നൽകുന്ന, അപ്പൊ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ കറാമത്തും അമ്പിയാക്കന്മാരെ മൊഴിജത്തും സാധാരണ ജനങ്ങൾക്കുള്ള കഴിവും ഈ ലോകത്തുള്ള മുഴുവൻ കഴിവുകളും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നതാ. അള്ളാഹു നൽകാതെ ഉണ്ടെന്ന് ആർക്കും വാദമില്ല. അള്ളാഹു എല്ലാം നൽകുന്നു. അതിന് ചില വസീലകൾ അത് എല്ലാ രംഗത്തുമുണ്ട്. റൂഹ് പിടിക്കുന്നത് മുതൽ ഇവിടെ ഇടിവെട്ടിക്കുന്നത് മുതൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തആല നേരിട്ട് ചെയ്യാറല്ല. അതൊക്കെ ചെയ്യാൻ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഭൂകമ്പം ലാത്തൂരിൽ വന്നു അല്ലേ? ഭൂകമ്പമുണ്ടാവും. എന്നെ പോലെ പലരെ പോലെയും നന്ദി കെട്ടവന്റെ എണ്ണം പെരുകുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മൾ ശിക്ഷിക്കേണ്ടത്? ഭൂകമ്പം കൊണ്ടല്ലാതെ. ഞാൻ അതാണ് ഓർത്തുപോയത്. ഭൂകമ്പം വരും ഈ രാജ്യത്ത്. ഇവരെ കുറിച്ചൊക്കെ പറയാൻ ആളുകൾ എവിടെ? ഇവരെ കുറിച്ചൊക്കെ സ്മരിക്കേണ്ട മനസ്സുകൾ എവിടെ? ഞാനിതാ നിങ്ങളോട് രണ്ടുപേരും വായിക്കുന്നു. പ്രിയപ്പെട്ട ഉപ്പ, ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഈ കത്തയക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. സാധിച്ചില്ല. കാരണം ജയിലിൽ നിന്ന് കത്തയക്കാൻ സാധിച്ചില്ല. എന്നാൽ എന്റെ ഹൃദയം അന്ന് അതിന് മറ്റു ചില വിചാരങ്ങൾ തടുത്തു നിർത്തി. എഴുതാനും സാധിച്ചില്ല. അങ്ങനെ എല്ലാം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, സമാധാനപരവും അചഞ്ചലവുമായ ഒരു ഹൃദയം തന്ന് പരമകാരുണികനായ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അദ്ദേഹം എഴുതിയൊരു എഴുത്താണത്. അദ്ദേഹം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ഈ നിസ്സഹായതയിൽ മുറുമുറുക്കുവാനോ മനഃശാഞ്ചല്യം കാണിക്കുവാനോ പാടില്ല. ഇവിടെയാണ് അള്ളാഹുവിന്റെ അഭീഷ്ടത്തിൽ സംതൃപ്തനായി ആത്മത്യാഗത്തിനുള്ള സന്ദർഭം. അതാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ ദുഃഖിക്കേണ്ട സമയമല്ല ഇത്. നിങ്ങൾ ആത്മത്യാഗത്തിന് തയ്യാറാവേണ്ട സമയമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതൊരു ദർശനമാണെങ്കിൽ ആ ദർശനം വലിയ ദർശനമല്ലേ? അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവഹാനി കൊണ്ടാണെങ്കിൽ നിങ്ങളെ സന്താന നഷ്ടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു. എന്നെ പരീക്ഷിക്കുന്നത് ജീവൻ എടുത്തിട്ടാണ്. ഉപ്പ, നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങൾ മകനില്ലാതാക്കിയിട്ടാണ്. അതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അങ്ങനെ പോയി അദ്ദേഹം പിന്നെയും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തു ചെയ്യട്ടെ? എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? കരുണാവാനായ അള്ളാഹുവിനോട് ചോദിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവൻ ഉത്തരം തരട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് എന്തിനും ഉത്തരം തരുന്നതാണ്. കൊലക്കയർ കഴുത്തിൽ വരുന്നതിന്റെ 4 മണിക്കൂറും ഇത് ആർക്ക് എഴുതാൻ സാധിക്കും?
ഈ കത്തുകൾ നമ്മുടെ വീട്ടുകളിലുണ്ടോ? ഈ കത്തുകളെ കുറിച്ച് ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ടോ ഇതുവരെ? അദ്ദേഹം പിന്നെ അങ്ങനെ ആശകളും ആഗ്രഹങ്ങളും പലതും എഴുതി. ഞാനൊന്നും ചെയ്തില്ല ഉപ്പ നിങ്ങൾക്ക്. ഞാൻ എന്റെ യൗവനത്തിൽ തന്നെ 19 വയസ്സിൽ തന്നെ ഞാൻ ഭാരതത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് പോയില്ലേ. ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്തില്ല വാപ്പ. ഞാൻ എന്തെല്ലാമോ എഴുതിയെന്നല്ലാതെ ഞാൻ എന്തൊക്കെയാ എഴുതിയത് എന്ന് എനിക്കൊരു രൂപവും പെട്ടെന്ന് തോന്നുന്നില്ല. ഏതാണ്ട് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ യുവത്വത്തിന്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞു. 19 വയസ്സിൽ അബ്ദുൽ ഖാദർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുറത്തു പോയാളാണ്. അതുകൊണ്ട് വാപ്പ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിട്ടില്ല, ഉമ്മാന്റെ കൂടെ ഞാനില്ല. ഞാൻ നിങ്ങളെല്ലാവരും വിട്ടു പിരിഞ്ഞവനാണ്. ഞാൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്, എന്നോട് ആത്മത്യാഗം ചെയ്യണമെന്നാണ് പറഞ്ഞത്. മറ്റൊരു സംഗതി, എന്നെ 5 വർഷം കഠിന തടവിനും അതിനുശേഷം തൂക്കിക്കൊല്ലുവാനും വിധിച്ചു. ഒരു യൂറോപ്യൻ സ്പെഷ്യൽ ജഡ്ജി ഔപചാരികമായി ഞങ്ങളുടെ കേസ് ഹൈക്കോടതിയിൽ പുനഃപരിശോധന നടത്തി. കീഴ്ക്കോടതി വിധി ശരിവെക്കുന്നതിനോടൊപ്പം ഏറ്റവും കുഴപ്പം നിറഞ്ഞ ഈ ഘട്ടത്തിൽ ഇന്ത്യയെ ആക്രമണത്തിന് അവസരം നോക്കിക്കൊണ്ട്, ഇന്ത്യയെ പൊറുതിമുട്ടിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുർഘടാവസ്ഥയിൽ ഇവരുടെ കുറ്റം ഒരു വിധത്തിലും പൊറുക്കാൻ പാടില്ലാത്തതും മരണശിക്ഷ തന്നെ ഉടൻ കൊടുക്കേണ്ടതുമാണ് എന്നാണ് വിധി. എങ്ങനെയാണ് ഞാൻ ആ അഭിപ്രായപ്പെട്ടു കൂടി ചെയ്തത്. ഏപ്രിൽ 26-നാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. അതിനുശേഷം നമ്മൾ അത് പോട്ടെ. പ്രിയപ്പെട്ട വാപ്പ, അതികഠിനമായ വാർത്ത നിങ്ങളെ അതിദാരുണമായതും ദുഃഖിപ്പിക്കുമെന്ന് എനിക്കറിയാം. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കഴിയുന്നതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടുവാൻ മാത്രമാണ്. നാം നിസ്സഹായരാണെന്നും അള്ളാഹുവിന്റെ ഏക സഹായം മാത്രമേ ഉള്ളൂ എന്നും ഓർമ്മിക്കുക. എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു. നാളെ രാവിലെ 6 മണിക്ക് മുൻപായിരിക്കും എന്റെ എളിയ മരണം. ധൈര്യപ്പെടുക, നിങ്ങൾ ആരും വിഷമിക്കാൻ പാടില്ല, നിങ്ങൾ ധൈര്യപ്പെടണം. അദ്ദേഹം അവസാനം എഴുതി, എന്റെ പ്രിയപ്പെട്ട വാത്സല്യനിധിയായ ഉമ്മയെയും എന്റെ കൂടെ പിറന്ന ഏക സഹോദരിയെയും അബുസഹായെയും ഇതാ നിന്റെയും അബ്ദുൽ സലാമിന്റെയും കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ നഷ്ടത്തിലുള്ള അവരുടെ ആദി നിങ്ങളുടെ രണ്ടുപേരുടെയും ആനന്ദ സംരക്ഷണം അഥവാ സന്തോഷ പ്രകടനങ്ങൾ കൊണ്ട് കഴിയുന്നതും വേഗത്തിൽ പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ഓഹരി കൂടി വീതിച്ചെടുത്ത് അവർ മരിക്കുന്നതുവരെ അവരുടെ സന്തോഷത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്ന് ഞാൻ ആശ്വസിക്കുന്നു. എന്റെ മുത്തുമ്മ, മുത്തപ്പ, പരീതുമ്മ, അമ്മച്ചി, ഉമ്മച്ചി, കൊച്ചുമ്മ, ഇവരാണ് എന്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്ന ഉറ്റ മിത്രങ്ങൾ. എന്നെ മറന്നുകളയാൻ നിങ്ങൾ അവരോട് പറയുക. എന്നെ സ്നേഹിച്ചിരുന്ന മറ്റുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കും സ്നേഹിതന്മാർക്കും എന്റെ ഏറ്റവും ഒടുവിലത്തിലെ സലാം പറഞ്ഞുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അതെ, റമസാൻ മാസത്തിലെ 7-ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കും. അന്നാണ് മരിച്ചത് അദ്ദേഹം. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മരിച്ചു നിന്ന് നിങ്ങളുടെ അവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കില്ല. അവർ വന്ന് നിങ്ങളോട് പറയും ഞാൻ എങ്ങനെയാണ് മരിച്ചത്. തീർച്ചയായും അഭിമാനിക്കുക എന്ന് ചെയ്യും. ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് ഒരു ആശ്വാസവചനവും എനിക്ക് പറയാനില്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. നമുക്ക് തമ്മിൽ മഹിഷറയിൽ വീണ്ടും കാണാം. ആ മഹിഷറയിൽ കാണും. നിങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തേണ്ട ഒരു ദിവസം അന്ന് കാണാമെന്നാണ് പറഞ്ഞത്. എന്നെപ്പറ്റി ദുഃഖിക്കരുതേ. എന്റെ ജീവിതത്തിന്റെ നാടകം അഭിനയിച്ചു തീരുവാൻ ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇത് അബ്ദുൽ ഖാദർ എഴുതിയതാണ്. ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ അതിനു മുമ്പ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ഉള്ള കഥ CG കരട് എന്നോട് പറയുകയുണ്ടായി. സെല്ലിൽ നിന്ന് പുറത്തിറക്കിയത്രേ. അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചു, മഹാത്മാഗാന്ധിക്ക് ജയ്. നമ്മുടെ സമൂഹത്തിലുള്ള ചില ആളുകളെങ്കിലും പ്രസംഗത്തിന് ഫീസ് നിശ്ചയിച്ച് ഈടാക്കുന്നവരുണ്ട്. ഇസ്ലാമിക ദൃഷ്ട്യാ അതൊന്നും അത്ര ചന്തമുള്ളതല്ല. പക്ഷേ പ്രസംഗത്തിന് പോകുന്നത് കാരണമായി അയാളുടെ പല തൊഴിലും ബിസിനസ്സും നഷ്ടപ്പെടുമെങ്കിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നവർ അത് മനസ്സിലാക്കി എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം എന്നത് വേറെ കഥ. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുകയല്ല. SSFന്റെ പ്രവർത്തകർ ചിന്തിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പ്രസ്ഥാനത്തെ പ്രചാരണം ചെയ്യുന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ. എന്റെ ബന്ധുക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാവണം, ഇതേ ഞാൻ പറയുന്നുള്ളൂ. ആ സ്നേഹത്തിന്റെ പേരിൽ
അറബ് സമൂഹം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ആദരിച്ചു. ആ പ്രസ്താവനയുടെ പേരിൽ അലി ഇബ്നു അബീ താലിബിനെ സമൂഹം ബഹുമാനിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമൂഹം ബഹുമാനിച്ചു. അവരുടെ പരമ്പരയിൽ സജ്ജനങ്ങളായി വരുന്നവർക്ക് ഇസ്ലാം സ്ഥാനം നൽകിയിരിക്കുന്നു. ബസ് അല്ലാതെ ഏതെങ്കിലും നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ നിസ്കരിക്കാത്ത ആളാണ്, ഇസ്ലാമിൽ അയാൾക്ക് ഒരു സ്ഥാനവുമില്ല. നോമ്പ് നോൽക്കാത്ത ആളാണ്, സയ്യിദ് വംശത്തിലാണ്, ഇസ്ലാമിൽ സ്ഥാനമില്ല. കർമ്മം കൊണ്ട് മാത്രം മൻ അമില മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പരിശുദ്ധ ഖുർആന്റെ ഈ ആഹ്വാനം നാം ശ്രദ്ധിക്കുക. മറ്റൊന്ന് പറഞ്ഞത് വിവാഹത്തിന്റെ വിഷയത്തിൽ ചിലതൊന്നും നിങ്ങൾ സ്വീകരിക്കുന്നില്ലല്ലോ, ചില വിവാഹങ്ങൾ പാടില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ല. ഞാൻ പറയട്ടെ, സ്വർണ്ണ വ്യാപാരിയുടെ മകളെ മീൻ കച്ചവടക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഇല്ലേ. ഇസ്ലാമിക വീക്ഷണത്തിൽ സ്വർണ്ണ വ്യാപാരിയുടെ മകൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അവളെ മീൻകാരനെ കൊണ്ട് കെട്ടിച്ചുകൂടാ. കാരണം അവൾ സ്വർണം കണ്ടും സ്വർണം തൊട്ടും സ്വർണത്തോട് ബന്ധപ്പെട്ടും ബാപ്പയുടെ കൂടെ ജീവിച്ച മകളാണ്. ആ മകളെ കെട്ടിക്കുന്നത് ആരെക്കൊണ്ടാണ്? മീൻ കച്ചവടക്കാരനെ കൊണ്ടാണ്. മീൻ കച്ചവടം മോശമാണെന്ന് ഇതിനർത്ഥമില്ല. സ്വർണത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ സാമൂഹ്യമായ ഒരു പിന്നോക്കാവസ്ഥ മത്സ്യത്തിന്റെ വയറ്റിലും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു തരം അലർജി മനുഷ്യർക്കുണ്ട്. ഈ അർത്ഥത്തിൽ ഈ പ്രായം തികയാത്ത മകളെ നിങ്ങൾ മീൻ കച്ചവടക്കാരന് വിടരുത്, പ്രായം തികയുന്നവരെ കാക്കുക. എന്നിട്ട് അവളോട് ചോദിക്കുക, അവൾക്ക് വോട്ടവകാശം ഉണ്ടാവട്ടെ. 16 വയസ്സാണ് ഇസ്ലാമിലെ വോട്ടവകാശം, അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ ആർത്തവമുണ്ടാകലാണ്. ആ ആർത്തവമുണ്ടായാൽ പ്രായപൂർത്തിയായാൽ ആ പെൺകുട്ടിയോട് ചോദിക്കുക, ഇന്ന സ്ഥലത്തുള്ള ഇന്നയാളെ കൊണ്ട് കെട്ടിക്കാൻ വിചാരിക്കുന്നു, നീ എന്തു പറയുന്നു? അവൾ പറഞ്ഞു, എനിക്കൊരു വിരോധമില്ല, ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. ഇതാണ്. അതേ സമയത്ത് പ്രായം തികയാത്ത മകളെ നാം ബാപ്പ ഏത് ജോലി ചെയ്യുന്നുവോ ആ ജോലി ചെയ്യുന്ന അതുപോലത്തെ ജോലി ചെയ്യുന്ന ആളെ കൊണ്ട് മാത്രമേ പ്രായപൂർത്തിന്റെ മുമ്പ് ഈ മകളെ കെട്ടിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ എന്താണ് അരോചകത്വമുള്ളത്? ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാം ഇവിടെ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും എതിരിലും ശക്തമായി ശബ്ദിച്ച മതമാണ്. ഈ മതത്തിന്റെ പ്രചാരകരായി നാം പ്രവർത്തിക്കുക. SSFന്റെ രുണക്കുട്ടികളോട് 2 വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മക്കളെ, 20 വർഷക്കാലത്തെ നിരന്തരമായ ത്യാഗത്തിന്റെ അനുഭവമാണ് ഈ ഖാദിസിയ്യയിൽ നാം പങ്കിടുന്നത്. 20 കൊല്ലത്തെ പീഡനങ്ങൾ, 20 കൊല്ലത്തെ മർദ്ദനങ്ങൾ, പിന്നോക്കക്കാര മർദ്ദനങ്ങളൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ കേൾക്കുന്നത്? നമ്മളെ പീഡനങ്ങൾ നമ്മൾ കുറെ കാലം അനുഭവിച്ചതാണ്. ഏറും കുത്തും എത്രയോ കിട്ടിയതാണ്. ആരാന്റെ കല്ലുകൊണ്ടാണ് നമ്മളെ പല ഓഫീസ് ഉണ്ടാക്കിയത്. കാരണം എറിഞ്ഞിട്ടുണ്ടായ കല്ല് അത്രയും കേരളത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓഫീസും കൊടിയും എത്രയോ തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ട ആ കൊടിയുടെ വികാരത്തിന്റെ പേരിൽ പിന്നീട് കമ്മിറ്റി ശക്തമാക്കിയിട്ടുമുണ്ട്. വലില്ലാഹിൽ ഹംദ്. എത്ര ത്യാഗങ്ങൾ! ആ ത്യാഗങ്ങൾ ഇവിടെ അതിന്റെ മധുരം നാം പങ്കിടുകയാണ്. നെല്ലിക്ക പോലെ. നെല്ലിക്ക ആദ്യം വായിലിട്ടാൽ കയ്പാണ്. SSFന്റെ യൂണിറ്റ് ഉണ്ടാക്കുന്ന ഏതാണ്ട് 10-15 കൊല്ലം മുൻപ് 73 മുതൽക്ക് അതിന്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന സഹോദരന്മാർ ഈ സ്റ്റേജിലും പരിസരങ്ങളിലുണ്ട്. SSFന്റെ മുൻ നായകന്മാരൊക്കെ ഏതാണ്ട് ഈ സ്റ്റേജിന്റെ വട്ടത്തിലുണ്ട്. അത് SSFന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് അതിന് നേതൃത്വം നൽകിയ ആളുകൾ തമ്മിൽ അസൂയയോ വിദ്വേഷമോ ഇല്ല. അവർ ഒറ്റക്കെട്ടായി ഇന്നും സംഘടനയുടെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേതാക്കളെ ബഹുമാനിക്കുന്നു. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം രാജ്യത്തുണ്ടാവാൻ വേണ്ടി ഉത്സാഹിക്കുന്നു. ആ സംഘടന ഇന്ന് വിദ്യാർത്ഥികളാകുന്ന നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾക്ക് ആവേശമുണ്ടാകാൻ പല ഘടകങ്ങളുണ്ട്. പ്രധാനമായ ഘടകം എതിർപ്പായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് ആക്ഷൻ ആവുമ്പം റിയാക്ഷൻ കുറയൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തളർന്നു പോകരുത്. ശക്തമായി മുന്നേറുക. ശക്തമായെന്ന് പറയുമ്പോൾ തീവ്രതയോടെയല്ല. ഇസ്ലാം നിരോധിക്കുന്നു ലോട്ടറി. ഇസ്ലാം നിരോധിക്കുന്നു ഇന്ന് നിലവിലുള്ള ഇൻഷുറൻസ് വ്യവസ്ഥ. ഇസ്ലാം നിരോധിക്കുന്നു അഴിമതി. മൻ ഗശന ഫലൈസ മിന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബിസിനസ്സിൽ ആരാണോ വഞ്ചന കാണിക്കുന്നത്, ചതി കാണിക്കുന്നത്, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അണാപ്പായി തീർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും.
ഏത് ബിസിനസ്സുകളിലാണെങ്കിലും അപരന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലായിരിക്കണം പെരുമാറേണ്ടത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ലോട്ടറിയും ഇൻഷുറൻസും അതുപോലുള്ള കാര്യങ്ങളും മതം നിരോധിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സമൂഹത്തിന് അവരുടെ ഉപഭോക്തൃ വസ്തുക്കൾ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതിൽ ഇടപെടുക എന്നതുപോലും ചൂഷണമാണെന്ന് മതം കാണുന്നു. ഒരു ഉൽപാദകൻ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നം ഓപ്പൺ മാർക്കറ്റിൽ സ്വതന്ത്രമായി വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. അതിൽ മറ്റൊരാൾ ഇടപെടാൻ പാടുള്ളതല്ല. ഇന്ന് നമ്മുടെ അവികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രാഷ്ട്രമാകുന്ന ഇന്ത്യ അടക്കം പല രാഷ്ട്രങ്ങളും വിഷമിക്കാൻ പോകുന്ന ഒരു ചൂഷണ മേഖലയാണ് ഈയിടെ പൊങ്ങി വന്നിരിക്കുന്ന ഗാട്ട് ഡെങ്കൽ നിർദ്ദേശം. ഇത് ഇസ്ലാമിന്റെ വീക്ഷണമനുസരിച്ചുകൊണ്ട് പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിരോധിച്ചു. ലാ യബിർ ഹാലിറുൻ ലിബാദി. ഓപ്പൺ മാർക്കറ്റിൽ സ്വതന്ത്രമായി വസ്തു വിൽപ്പന നടത്താൻ ഉൽപാദകനും അത് വാങ്ങിക്കൊണ്ടുപോകാൻ ഉപഭോക്താവിനും സ്വാതന്ത്ര്യമുണ്ടാകുന്നൊരു ചുറ്റുപാട് മാത്രമേ പാടുള്ളൂ. അതിന്റെ മുമ്പിൽ വിലങ്ങുകൾ സൃഷ്ടിക്കാൻ പാടുള്ളതല്ല. നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും പാടില്ല, പ്രവാചകൻ പറയുകയില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കാപ്പി കർഷകർ. കാപ്പി കർഷകർ ഒരു കിലോ കാപ്പി അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ പാടുള്ളതല്ല. മറിച്ച് ഗവൺമെന്റ് അതിനു മുമ്പിൽ കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. ഒരു ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ആ ബോർഡ് നിശ്ചയിക്കുന്ന കുറ്റിയിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കിലോ കാപ്പിക്കുരു കൊണ്ടുപോയാൽ കേവലം അവർക്ക് നൽകുന്നത് 8 രൂപയോ 9 രൂപയോ മാത്രമാണ്. ഇതൊരിക്കലും വസ്തുവിന്റെ വിലയല്ല. കാപ്പി വാങ്ങുന്നതിന് വേണ്ടി കൊച്ചിയിൽ അതുപോലെ മംഗലാപുരത്ത് കപ്പലുകൾ വന്നു കിടക്കുമ്പോഴാണ് കാപ്പി കർഷകന് കിലോക്ക് 8 രൂപ മാത്രം കൊടുക്കുന്നത്. ഈ പൂൾ ചെയ്യുന്ന കാപ്പി മുഴുക്കെ ഗവൺമെന്റ് ശേഖരിച്ചിട്ട് കൊച്ചിയിൽ കയറ്റുമതി ചെയ്യുന്നത് ഒരു കിലോക്ക് 40 രൂപ 50 രൂപ വെച്ചിട്ടാണ്. ഇതിനാവശ്യമുള്ള ഇംഗ്ലണ്ടുകാരൻ, ഇതിനാവശ്യമുള്ള സ്വീഡൻകാരൻ കാപ്പിക്ക് വില നൽകുന്നത് കിലോക്ക് 50 രൂപയാണ്. ആ സ്ഥാനത്ത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്ന കർഷകന് ലഭിക്കുന്നത് കേവലം 8 രൂപയാണ്. ഇവിടെ ബാദിയായ അഥവാ ഗ്രാമപ്രദേശങ്ങൾ താമസിക്കുന്ന സാധാരണക്കാരനായ കർഷകന് വേണ്ടി ഗവൺമെന്റ് എന്ന് പറയുന്ന ഇടത്തട്ടുകാരൻ ഹാലിറായി രംഗപ്രവേശം ചെയ്യുന്നു, കൂച്ചുവിലങ്ങുകൾ സൃഷ്ടിക്കുന്നു. 50 രൂപക്ക് ഗവൺമെന്റ് വിറ്റിട്ട് താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന രൂപത്തിൽ 1.5 രൂപയോ 2 രൂപയോ ബോണസ് കൂടി നൽകും. ഈ സമ്പ്രദായം കൊണ്ട് കാപ്പി കർഷകർക്ക് വമ്പിച്ച നഷ്ടമുണ്ടാകുന്നു എന്നും അവർ ആ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് തെങ്ങ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ കേരളത്തിന്റെ ഒരു വർത്തമാനകാല സംഭവമാണ്. എന്നാൽ ഈ കാപ്പി ബോർഡ് കൊണ്ട് കർഷകന് എന്തൊരു ദ്രോഹമാണ് ഉണ്ടായിരുന്നത്. അത് ചൂഷണമാകയാൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ അത് നിരോധിച്ചു. ആ സാമ്പത്തിക തലത്തിൽ ഇന്ത്യയിൽ കണ്ടുവന്നിരുന്ന ദൂഷ്യം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിക്കുക എന്നതാണ് ഗാട്ടിന്റെ വരവോടുകൂടെ ഉണ്ടാകുന്നത്. ഈ രാജ്യത്ത് 80 കോടി ജനങ്ങൾ ഇപ്പോൾ താമസിക്കുന്നുവെങ്കിൽ ഓരോ പ്രവിശ്യയിലും താമസിക്കുന്ന ആളുകൾക്ക് പരമ്പരാഗതമായ ചില കൃഷി സമ്പ്രദായങ്ങളും കാർഷികോൽപ്പന്നങ്ങളുമുണ്ട്. സ്വതന്ത്രമായി അത് കൃഷി ചെയ്യാൻ ഇനി അവർക്ക് പാടില്ല എന്നാണ് ഡെങ്കൽ നിർദ്ദേശത്തിൽ ഗാട്ടിന്റെ വരവിൽ പറയുന്നത്. ഫറോക്ക് നിവാസികൾ എന്ത് കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അത് വൈദേശിക ശക്തികളാണ്. മാത്രമല്ല ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരം, ഈ വസ്തുവകകളെല്ലാം സ്വതന്ത്രമായി കൊച്ചിയിലൂടെ കയറ്റുമതി ചെയ്യാൻ ഇപ്പോൾ നമുക്ക് അവകാശമുണ്ടായിരുന്നു. കുരുമുളകിന് വേണ്ടി അത് കൊണ്ടുപോകാൻ വേണ്ടി റഷ്യയുടെ കപ്പലും സ്വീഡന്റെ കപ്പലും സ്വിറ്റ്സർലാൻഡിന്റെ കപ്പലും കൊച്ചിയിൽ വന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കുരുമുളകിന് നൈമിഷികമായി വില കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ കപ്പലും തന്നെ അവർക്ക് ആവശ്യമായ ടൺ സ്വരൂപിക്കാൻ വേണ്ടി വില കൂട്ടി പറയുന്നു. അപ്പോൾ നമ്മുടെ ചരക്കിന് വില കൂടുകയാണ്. എന്നാൽ ഗാട്ടിന്റെ വരവോടുകൂടി കുരുമുളകിന് വില കൂടാൻ പോകുന്നില്ല, തേങ്ങക്ക് വില കൂടാൻ പോകുന്നില്ല. മറിച്ച് ആ ഗാട്ടിന്റെ ഏജന്റ് ഉണ്ടാകും കേരളത്തിൽ.
സാഹചര്യത്തിൽ ഇതാണ് ഇപ്പോൾ ഉത്തമമെന്ന് മാത്രം നാം വിളിച്ചു പറയും. നമുക്ക് ഇന്ത്യ രാജ്യത്തെ നിലനിർത്തേണ്ട ബാധ്യതയുണ്ട്. ഇന്ത്യ രാജ്യം നമ്മുടേത് കൂടിയാണ്. ഇന്ത്യ എന്റെ സ്വന്തം രാജ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം പോലെ ഞാൻ സംരക്ഷിക്കേണ്ടുന്ന രാജ്യമാണ് ഇന്ത്യ. അല്ലാതെ എന്റെ സ്വന്തം രാജ്യമല്ല, എനിക്ക് മാത്രം അവകാശപ്പെട്ട, നിങ്ങൾക്കൊന്നും ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു രാജ്യമല്ല ഈ ഇന്ത്യ. നോക്കൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ മറ്റു ജനങ്ങളുമാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ ബാനറിൽ നിന്നുകൊണ്ട് ഒരു മതവിഭാഗം നടത്തിയ മുന്നേറ്റമല്ല ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചത്. എല്ലാ മതത്തിന്റെയും ആളുകൾ ദേശീയമായ പ്രാധാന്യത്തോടുകൂടി നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. ഇന്ത്യയിലെ ജനതയ്ക്ക് നാം ഓതിക്കൊടുക്കേണ്ടുന്ന ഒരു ആശയമാണ് ഈ ഇന്ത്യയെ നിലനിർത്തുക എന്നത്. ഇന്ത്യ ഏതാണ്? കെട്ടുകഥകളിലെ ഇന്ത്യയല്ല, പുരാണങ്ങളിലെ ഇന്ത്യയല്ല, ഐതിഹ്യങ്ങളിലെ ഇന്ത്യയുമല്ല. ഞാൻ ഇതെല്ലാം നിഷേധിക്കുന്നു എന്നല്ല. 1947 ആഗസ്റ്റ് മാസം 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ അന്ന് രൂപപ്പെട്ടത് ആധുനിക ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ പിതാവാണ് മഹാത്മാഗാന്ധി. ഗാന്ധി പിതാവാണോ അല്ലയോ എന്ന വിവാദമുണ്ടായിരുന്നു. പക്ഷേ ആ വിവാദത്തിന് തിരികൊളുത്തിയത് ഫാസിസ്റ്റ് ശക്തികളായിരുന്നു എന്നതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ അതൊരു ചർച്ചയേ ആയില്ല. ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ശാപം. ചില വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് ബാലിശമായ രൂപത്തിലാ ചർച്ച ചെയ്യപ്പെടുന്നത്. JPCയുടെ റിപ്പോർട്ട് വന്നു, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ നിവാസ് മിർദ അധ്യക്ഷനായുള്ള കമ്മിറ്റി ഓഹരി കുംഭകോണത്തെക്കുറിച്ചാണ് അന്വേഷിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത്. അർഷദ് മേത്ത 1 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നും റാവു അത് സ്വീകരിച്ചിട്ടുണ്ടെന്നുമല്ല ഞാൻ പറയുന്നത്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ ജനത ഉയർന്നുയർന്ന് ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടമാടിയിരുന്ന ചർച്ചയുടെ രൂപം നിങ്ങൾക്കറിയാമോ? അർഷദ് മേത്ത 1 കോടി രൂപ ഇന്ത്യൻ പ്രധാനമന്ത്രി റാവുവിന് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപിക്കപ്പെട്ടപ്പോൾ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ ജനതയും ഇന്ത്യൻ മാധ്യമങ്ങളും പരിഹാസ്യമായ ചില പ്രചാരവേലകൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. ആ പ്രചാരവേലകളിലൊക്കെ തർക്കവിതർക്കങ്ങളിലൊക്കെ വിഡ്ഢികളുടെ രൂപത്തിൽ നാം പങ്കാളിത്തവും വഹിച്ചു. ചോദിക്കുകയാണ്, അർഷദ് മേത്ത കൊണ്ടുപോയ സൂട്ട്കേസിന്റെ വലുപ്പം, അതിൽ 100 രൂപയുടെ എത്ര കെട്ടുകൾ, 50 രൂപയുടെ എത്ര കെട്ടുകൾ, അങ്ങനെ കെട്ടുകളെല്ലാം കൂട്ടിവെച്ചാൽ അതിനെത്ര തൂക്കം വരും? അത് ഹർഷദ് മേത്തയെ പോലൊത്ത ഒരു കാളക്കൂച്ചന് സ്വന്തം പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പോകുന്നു ചർച്ച. ഞാനിത് പറയുമ്പോ റാവു കൈക്കൂലി വാങ്ങിയെന്നും അത് ഹർഷദ് മേത്ത നൽകിയെന്നും അത് തെളിഞ്ഞെന്നും അതല്ലെങ്കിൽ അത് തെളിയിച്ചേ ഞാൻ അടങ്ങൂ എന്നൊന്നുമല്ല. ഇത് ഞാൻ പറയുമ്പോൾ എന്റെ രൂപത്തിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിതിന്റെ ആളാണല്ലോ മറ്റും തോന്നും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കൂ, പ്രതികരിക്കാൻ അറിയാത്ത ഒരു സമൂഹം, ഉയർന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. ഗാന്ധി ഇന്ത്യയിലെ ജനതയെ പഠിപ്പിച്ചത് ഉന്നതമായ ചിന്തയും ലളിതമായ ജീവിതവുമാണ്. ഇന്ന് ഇൻഇഖാസുൽ ഉമൂറിന്റെ കാലമായതുകൊണ്ട് അതെല്ലാം തലകീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു പറയേണ്ടുന്ന ഒരു ഘട്ടം. പ്രതികരിക്കാൻ അറിയാത്ത, ഉയർന്ന് ചിന്തിക്കാൻ അറിയാത്ത ഒരു സമൂഹമായി ഇന്ത്യയിലെ ജനത അധപ്പതിക്കാൻ പാടില്ല. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും ഭീകരവാദങ്ങളുടെയും ഒക്കെ വലിയ വലിയ മന്ത്രങ്ങളും പ്രീണന മുദ്രാവാക്യങ്ങളുമായി ദുശക്തികൾ ഇന്ത്യൻ ജനതയെ സമീപിക്കുമ്പോൾ തിരിച്ചറിവിന്റെ ചില വേദാന്തങ്ങൾ നാം അവർക്ക് ഓതിക്കൊടുക്കണം. ഇന്ത്യയെ കെട്ടിപ്പടുക്കാനും സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണ് ഓരോ ഇന്ത്യക്കാരും. അവന്റെ ജാതിയും മതവും ദേശവും ഭാഷയും ഒക്കെ ഏതോ ആകട്ടെ, അവനതിന് ബാധ്യസ്ഥരാണ്. ആ ഇന്ത്യ ആധുനിക ഇന്ത്യയാണ്. മതനിരപേക്ഷത സ്വീകരിച്ച ഇന്ത്യ. ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം, അതിൽ തന്നെ പിന്നോക്കക്കാർ ഭൂരിപക്ഷമായിരിക്കാം. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമായിരിക്കാം. തീരെ അവഗണിക്കാൻ പറ്റുന്ന ചില ഗോത്രവർഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരിക്കാം. ചില മതവിഭാഗങ്ങളും ഉണ്ടായിരിക്കാം. അവയെ ഒന്നും അവഗണിക്കാതെ
ഒന്നിനെയും തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ ഭരണഘടന ഉറപ്പു നൽകുന്ന പരമമായ മൗലികമായ അവകാശങ്ങൾ എല്ലാവർക്കും നൽകും വിധം ഒരു ഭരണക്രമവും ദേശീയ രാഷ്ട്രീയ ജീവിതക്രമവും ഇന്ത്യൻ ജനതയിൽ ഇനിയും നാം ഉയർത്തിക്കൊണ്ടുവരണം. കെട്ടുകഥകളിലല്ലാത്ത, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമല്ലാത്ത ഇന്ത്യ എന്ന ആധുനിക രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നാം ഓരോരുത്തരും പങ്കാളിത്തം വഹിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? നാം കൂടി നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം.